എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ശരിയായ ചിന്ത എന്താണെന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയൽ എന്ന് പറയുന്നത് ചെമ്പോത്ത് എന്ന ഫയലാണ്. ആ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ശരിയായ ചിന്ത എന്താണെന്നുള്ളതാണ്. ആ വ്യക്തി അങ്ങനെ ഇങ്ങനെയും മനസ്സ് നിങ്ങളോട് തുറക്കുന്ന വ്യക്തിയല്ല. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളോട് മൊത്തമായി ആ വ്യക്തി പറയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു തരം സ്വഭാവ സവിശേഷത എന്ന് കരുതി ആ വ്യക്തി നിങ്ങളോട് സ്നേഹമില്ലാത്ത വ്യക്തിയല്ല, നിങ്ങളോട് ഇഷ്ടമില്ലാത്ത വ്യക്തിയല്ല. തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കുന്നു. അതിപ്പോൾ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമാണെങ്കിൽ ശരി, ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണെങ്കിൽ കൂടിയും ആ ഇഷ്ടം അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന് ഉടമയല്ല. ആ ഇഷ്ടം പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അത് ആ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ്. താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തൻ്റെ മനസ്സിലിട്ട് ആരാധിക്കുക, മനസ്സിലിട്ട് താലോലിക്കുക, അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് ഉടമയാണ്. പലപ്പോഴും ആ വ്യക്തിയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നതിന് ഈ വ്യക്തി തുനിയാറില്ല. അങ്ങനെ എങ്ങനെയും പറയുകയും അങ്ങനെ എങ്ങനെയും പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവ സവിശേഷതയില്ല. ജീവിതത്തിൽ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന പല കാര്യങ്ങളും രഹസ്യമായിട്ട് വെക്കും. എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത്? സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ വ്യക്തിപരമാണ്. താൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ ആളോട് പോലും വേണമെങ്കിൽ തുറന്നു പറയണ്ട, അല്ലെങ്കിൽ ആ ആളോട് പോലും അധികം തുറന്നു പറയാതെ വെക്കുക എന്നുള്ള സ്വഭാവ സവിശേഷതയാണ് ആ വ്യക്തിക്കുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ കൊണ്ടു നടക്കുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ നിങ്ങളല്ലാതെ മറ്റാരെയെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. നിങ്ങളെക്കുറിച്ചുള്ള ശരിയായ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതെല്ലാം കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ആ വ്യക്തി കൊണ്ടു നടക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല, സ്നേഹക്കുറവില്ല. നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണ്, നിങ്ങളോട് വലിയ സ്നേഹമാണ്. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ചില അതിർവരമ്പുകൾ വെക്കുന്നു. അത് സ്നേഹം കൂടാതിരിക്കാനല്ല, സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹം കൂടാതിരിക്കാനല്ല ആ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നത്. ആ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നത് ആ വ്യക്തിയുടെ ശൈലിയാണ്. ഉള്ളിലുള്ള സ്നേഹം പെരുകി വരികയാണ്. ഓരോ നിമിഷവും നിങ്ങളറിയാതെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയോ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോവുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ശരിയായ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറണം. ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ആ അവഗണിക്കുന്നവരെയൊക്കെ തോൽപ്പിച്ച് നാളെ നിങ്ങളെങ്ങനെ വിജയത്തിലെത്തിക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയതും വലുതുമായ ആഗ്രഹങ്ങൾ എങ്ങനെ സഫലീകരിച്ച് തരാം, ആ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ സഫലീകരിക്കപ്പെട്ട് ജീവിതത്തിൽ ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നു. കേവലം ആ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് അങ്ങനെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ വിജയത്തിൻ്റെ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവഗണിച്ചാലും നിങ്ങളെ ആ വ്യക്തി അവഗണിക്കണമെന്നില്ല, കാരണം നിങ്ങളോട് സ്നേഹമാണ് ആ വ്യക്തിക്കുള്ളത്. അടുത്തതായിട്ട് ചാര നിറത്തിലുള്ള പ്രാവ് പയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഒന്നും ആരെയും അറിയിക്കാതെ ജീവിക്കുക. നേരത്തെ കണ്ട പോലെ തന്നെ വ്യത്യസ്തമായൊരു ശൈലി. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ ഏറ്റവും വലിയ ആളാണെന്നുള്ള ചിന്തയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പരാധീനതകൾ, ആ വ്യക്തിയുടെ കുറവുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. തൻ്റെ കുറവുകളും തൻ്റെ ജീവിതത്തിലുള്ള തനിക്ക് എന്തൊക്കെ ഇല്ല, തനിക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, അതെല്ലാത്തിനെക്കുറിച്ച് കൃത്യമായി അവബോധമുള്ളൊരു വ്യക്തിയാണ്.
നിങ്ങളെ കാണുന്നത് ആ വ്യക്തിക്ക് ദൈവം സമ്മാനിച്ച ഒരു വരദാനം പോലെയാണ്. ആ വ്യക്തി പല കാര്യങ്ങളും പിന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായി. എനിക്കതില്ല, ഇതില്ലല്ലോ, എനിക്ക് ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലല്ലോ, എനിക്ക് ഈശ്വരൻ കുറേ നന്മകൾ നൽകിയില്ലല്ലോ, എനിക്ക് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി നന്മകൾ ഈശ്വരൻ നൽകിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതൊക്കെ കിട്ടാത്തതിൽ പരാതിയുണ്ട്. മറ്റുള്ളവർ തന്നേക്കാൾ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തനിക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ, തനിക്ക് ഒന്നുമില്ലല്ലോ എന്നുള്ള ഇതിലൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് വിഷമമുണ്ടായി. തനിക്ക് കഴിയുന്നതിന് പരിധിയുണ്ട്, എല്ലാവരും അവരുടെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിച്ചപ്പോൾ തനിക്ക് മാത്രം കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിച്ചു പോയൊരു വ്യക്തി. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. നിങ്ങളെ സ്നേഹിച്ചു, ആ വ്യക്തിയുടെ ആളായിട്ട് നിങ്ങളെ കണ്ടു, ആ വ്യക്തിയുടെ എല്ലാമായിട്ട് നിങ്ങളെ കണ്ടു. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ശരിയായ ചിന്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈശ്വരൻ നൽകിയ നിധിയാണ്, എൻ്റെ പരാധീനതകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പരിമിതികൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എനിക്കൊരാൾ എന്നെ സംരക്ഷിക്കാനും എന്നെ ഉപദേശിക്കാനും എനിക്ക് സന്തോഷവും സംതൃപ്തിയും നൽകാൻ ഒരാൾ ഈശ്വരൻ നൽകിയിരിക്കുന്നു. ആ ആളുടെ ആ ഒരു പോസിറ്റീവ് എനർജി, ആ ആളുടെ പോസിറ്റീവ് എനർജിയിലൂടെ എനിക്ക് കടന്നു പോകണം. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുകയാണ്, ധൈര്യം ഉണ്ടാകുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ നൽകുന്നു. ആ വ്യക്തി അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, നിങ്ങളുണ്ടെങ്കിൽ സന്തോഷത്തോടെ, നിങ്ങളുണ്ടെങ്കിൽ വളരെയധികം സന്തോഷവും സൗഭാഗ്യവും ഒക്കെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുണ്ടെങ്കിൽ എല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം, നിങ്ങളുണ്ടെങ്കിൽ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നു, എന്തിനും ഇറങ്ങിപ്പുറപ്പെടാനുള്ളൊരു ഊർജം കിട്ടുന്നു. നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും മടങ്ങി തിരിഞ്ഞ് ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ആ വ്യക്തി ലോകത്തെ കാണുന്നത്, നിങ്ങളിലൂടെയാണ്. നിങ്ങളെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, നിങ്ങളെങ്ങനെയാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്, അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ശരിയായ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ ആ വ്യക്തിക്ക് നൽകിയ ഒരു വരദാനമാണ് നിങ്ങൾ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അറിഞ്ഞ് തനിക്ക് ഇതുവരെ നൽകാതിരുന്ന ഈശ്വരൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സൗഭാഗ്യമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴിയിലൂടെ നിങ്ങളെ അനുസരിച്ച്, നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങളോട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു വലിയ മഹത്വമായി കാണുന്നു. ആ വ്യക്തി സ്വന്തം പരിമിതികൾക്കപ്പുറത്തേക്ക് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. സൗഭാഗ്യം ആയിട്ട് നിങ്ങളുടെ ആ സാന്നിധ്യത്തെ കാണുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.